പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട എന്ത് സംഘർഷഭരിതമായ സാഹചര്യത്തെപ്പറ്റി സംസാരിച്ചാലും അവിടെ ഇറാനുണ്ട്. പശ്ചിമേഷ്യയിലെ ജോഗ്രഫി സാറി പറഞ്ഞ പ്രശ്നങ്ങളിൽ വലിയൊരു ഘടകമാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. 1979 എന്നുള്ള വർഷത്തിന് ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്നുള്ള രീതിയിലേക്ക് ഇവരുടെ സമ്പുഷ്ടീകരണം എത്തുകയാണ്. വൺ മാൻസ് റെവല്യൂഷൻ ഈസ് അനദർ മാൻസ് ടെററിസം. ഇന്നത് ഇറാനിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് സംഭവിക്കില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത്? ഒരു അഗ്നിപർവ്വതം പുകയുന്നത് പോലെയാണ് നിലവിലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട എന്ത് സംഘർഷഭരിതമായ സാഹചര്യത്തെപ്പറ്റി സംസാരിച്ചാലും അവിടെ ഇറാനുണ്ട്. വൈ ഇറാൻ മാറ്റേഴ്സ് ദിസ് മച്ച്? രണ്ടാമത്തത്, പശ്ചിമേഷ്യയിൽ എന്തൊരു യുദ്ധ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ അവിടെ എന്തൊരു പ്രശ്നം നടന്നാലും ഓയിൽ പ്രൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എണ്ണ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വലിയ പ്രാധാന്യം നേടുന്നു. എന്താവാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണങ്ങളെന്ന് ചെറിയ ഒരു ഡിസ്കഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സാറേ, ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. സാർ പറഞ്ഞ ഒരു ഇൻട്രോയ്ക്കകത്ത് അതിനകത്ത് യുദ്ധമുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, എല്ലാം ഉണ്ട്. അതിനേക്കാളും പ്രധാനമായിട്ട് ജോഗ്രഫി ഉണ്ട്. ഈ പശ്ചിമേഷ്യയിലെ ജോഗ്രഫി സാർ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ വലിയൊരു ഘടകമാണ്. വലിയ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോകത്തിന്റെ ഭൂപടം എടുത്ത് നോക്കുന്ന സമയത്ത്, പശ്ചിമേഷ്യയുടെ ഭൂപടം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ജോഗ്രഫിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ജോഗ്രഫി പറഞ്ഞു തരാൻ എന്നെക്കാളും നല്ല ആള് സാറായതുകൊണ്ട് സാറ് പശ്ചിമേഷ്യയുടെ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ബാക്കി എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാറേ, പശ്ചിമേഷ്യയുടെ ഒരു ജോഗ്രഫി പറയുമ്പോൾ അവിടെ ഇറാൻ്റെ ഒരു ബൗണ്ടറീസ് നമ്മളൊന്ന് സംസാരിക്കേണ്ടി വരും. അവിടെ ഭൂരിഭാഗവും മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യങ്ങളാണ്. ഇറാൻ്റെ തൊട്ടടുത്ത് വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അല്ലെങ്കിൽ ഇറാൻ്റെ ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പേർഷ്യൻ ഗൾഫ് വരുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, അതിൻ്റെ വടക്ക് ഭാഗത്ത് ഇറാഖ്, നമ്മൾ പറയുന്നത് ഈ അറേബ്യൻ പെനിൻസുല റീജിയൻ, UAE, ഈവൻ ഒമാൻ വരെ ഇത്രയും രാജ്യങ്ങളാണ് ഇറാനോട് ചേർന്ന് കിടക്കുന്നത്. ഇറാനും മെയിൻലി നമ്മൾ അവിടുത്തെ ഒരു വലിയ ടീം അല്ലെങ്കിൽ വലിയ ആൾ എന്ന് പറയുന്നത് സൗദി അറേബ്യ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്ക് ഇടയിലായിട്ടാണ് പേർഷ്യൻ ഗൾഫ് ഉള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള മേഖലയാണ് പേർഷ്യൻ ഗൾഫ്. അറേബ്യൻ സീയിൽ നിന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ, പേർഷ്യൻ ഗൾഫിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു ചെറിയ ഒരു സമുദ്ര ഇടനാഴി അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ്, അതാണ് അങ്ങോട്ടേക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ ഓയിൽ കമ്പനികളും ഓയിലുമായി ബന്ധപ്പെട്ട വലിയ എണ്ണ ഖനന മേഖലകളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ പേർഷ്യൻ ഗൾഫിലാണ്. അതുതന്നെയാണ് അവിടുത്തെ ജോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ആ ക്വസ്റ്റിനിലേക്ക് തിരിച്ചു വരുന്നത്, ഇതെങ്ങനെയാണ് സംഘർഷത്തിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യയിലെ ഈ സാഹചര്യങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങൾ ഇടപെടുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ ജോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റും നമ്മൾ ഈ പറഞ്ഞ എക്കണോമിക് കോണ്ടെക്സ്റ്റും എങ്ങനെയാണ് സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നത്? നമുക്ക് ജോഗ്രഫി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ പറയാറുണ്ട് അല്ലേ? നമ്മളുടെ സംസ്കാരം ഉടലെടുക്കുന്നത് ഇൻഡസ് വാലിയിൽ നിന്നാണ്. അപ്പോൾ അത് ജോഗ്രഫി ആണല്ലോ, ഒരു നദീതടത്തിൽ നിന്ന് നമ്മൾ ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. അതേ രീതിയിൽ ഉള്ള ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്ന റീജിയൻ. ലോകത്തിലെ 3 പ്രധാനപ്പെട്ട മതങ്ങൾ, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ജൂതായിസം, ഈ 3 മതങ്ങളുടെയും പുണ്യ ഭൂമി, അതല്ലെങ്കിൽ അവരുടെ ഒറിജിൻ എന്ന് പറയുന്ന ഒരു റീജിയനാണ് പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമാണല്ലോ, നമുക്കറിയാം 3 മതങ്ങൾ ഒരുപോലെ ക്ലെയിം ചെയ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന റിലീജിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഒരു വശത്തുണ്ട്. ഇനി അതുപോലെ നമ്മൾ സംസ്കാരം പറഞ്ഞ സമയത്ത് 3 റീജിയൻസ്, ഒന്ന് നമ്മുടെ മെസോപ്പൊട്ടോമിയ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഇറാനിലും ഇറാഖിലുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സിവിലൈസേഷൻ, 2 ദിൽമുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ബഹ്റൈൻ, സൗദി അറേബ്യ മേഖലകളിലായിട്ട് ദിൽമുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിവിലൈസേഷൻ. അത് കഴിഞ്ഞാൽ ലെവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭാഗം നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നത്തെ ഈ ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ബൈബിൾ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു ഭൂപ്രദേശത്തെ നമ്മൾ വിളിക്കുന്നതാണ് ലെവന്റ്. അപ്പൊ ഇത്തരം സാംസ്കാരികമായിട്ടുള്ള റീജിയൻസ്, അതില് വിവിധ മതങ്ങൾ, അവിടെയാണ് സാറ് പറഞ്ഞ എണ്ണ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ജോഗ്രഫി. ഇതെല്ലാം കൂടെ വരുമ്പോ മതിയല്ലോ, വളരെ ഒരു ബാലൻസ്ഡ് ഇക്വേഷനായി ഒരു മസാല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുള്ള ഒരു ഭാഗമായിട്ട് അത് മാറും. ഈവൻ സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് പോലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാറ് പറഞ്ഞ ചോദ്യത്തിലേക്ക്, ഇറാൻ ഇഷ്യൂ ആണല്ലോ നമ്മൾ തുടങ്ങിയത്. അതിലേക്ക് വരികയാണെങ്കിൽ
നമ്മൾ 1970 മുതലുള്ള ചരിത്രം ഇങ്ങോട്ട് നോക്കണം. അതിനു മുൻപ് നമുക്കറിയാം അവിടെ ഇറാനിൽ വലിയൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് പാഴ്സികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൊറോസ്ട്രിയനിസം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പേർഷ്യ എന്ന് പറയുന്ന പഴയ പേര്. നമുക്ക് 1979 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുക്കാം. ഈ 1979 എന്നുള്ള വർഷത്തിന് ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് സംഭവിച്ചത് 1979-ലാണ്. ഒന്ന്, ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഷാ മുഹമ്മദ് റസ പെഹ്ലാവി എന്ന് പറയുന്ന ഷാ ഡൈനാസ്റ്റിയെ അട്ടിമറിച്ചുകൊണ്ട് അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ക്ലറിക് നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഒരു മത അധികാരി അവിടെ ഇസ്ലാമിക് റവല്യൂഷനിലൂടെ അധികാരത്തിൽ വരുന്നു. അതുവരെ അവിടെ ഉണ്ടായിരുന്ന ഈ ഷാ ഡൈനാസ്റ്റിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം എന്ന് പറയുന്നത് വളരെ പ്രോ വെസ്റ്റേൺ ആയിരുന്നു. അമേരിക്കയോടൊക്കെ വളരെയധികം അടുത്ത് നിൽക്കുന്ന, നമ്മൾ ഇറാന്റെ പഴയ ഫൂട്ടേജുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇറാനാണെന്ന് നമുക്കൊരു ഏതോ ഒരു വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യത്തിൽ പോയ ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിനെ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആക്കി മാറ്റുകയാണ് 1979 ഈ ഖമനേയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഇസ്ലാമിക് റവല്യൂഷനിലൂടെ അവിടെ നടക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നതും 1979-ലാണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഏഷ്യയിലെ എൻറ്റയർ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറി മറിയുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുമ്പോൾ 1979 മുൻപും ശേഷവും എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരു ഇഷ്യൂയിലേക്ക്. അപ്പൊ ഈ ഇസ്ലാമിക് റവല്യൂഷനാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എഗെയിൻ മതത്തിലേക്ക് വരികയാണ്. ഒരു കാര്യം, ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആദ്യമേ പറയാം. വൺ മാൻസ് റവല്യൂഷൻ ഈസ് അനദർ മാൻസ് ടെററിസം. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പലർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരിക്കാം. നമ്മൾ പ്യുവർലി ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് സംസാരിക്കുന്നത്. ഇത് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളല്ല. ആരും താഴെ വന്ന് പൊങ്കാല ഇടേണ്ട കാര്യമില്ല. എഗെയിൻ ഐ ആം ടെല്ലിംഗ് ദിസ്, വൺ മാൻസ് റവല്യൂഷൻ ഈസ് അനദർ മാൻസ് ടെററിസം. ഒരാൾക്ക് വിപ്ലവമാണെങ്കിൽ മറ്റൊരാൾക്ക് അത് എന്തായിരിക്കും, തീവ്രവാദമായിരിക്കും. ഇത് നമ്മൾ നോക്കിക്കാണുന്ന രീതിയിലാണ് ഇതിന്റെ ഇഷ്യൂ. നമുക്ക് അതിൽ വരാം. അവിടെ ഒരു ഇസ്ലാമിക് തിയോക്രാറ്റിക് സ്റ്റേറ്റ് നിലവിൽ വരുന്നുണ്ട്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ. ഇതിന്റെ പ്രശ്നം മധ്യ ഏഷ്യയിലെ ബാക്കി മുസ്ലിം രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സുന്നി ഡോമിനേറ്റഡ് ആയിട്ടുള്ള, ഇസ്ലാമിനകത്തുള്ള 2 സെക്ടുകളാണ് സുന്നി ആൻഡ് ഷിയ. സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഈ സൗദി അറേബ്യ നേതൃത്വം കൊടുക്കുന്ന ബാക്കി രാജ്യങ്ങളെല്ലാം വരുന്നത്. ഒരേ ഒരു ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാഖില് സുന്നിയാണ് ഭൂരിപക്ഷമെങ്കിലും ഇറാഖിലെ റൂളിംഗ് എലീറ്റ്സ് മുഴുവൻ ഷിയ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു. അപ്പൊ ആ ഒരു ഇസ്ലാമിനകത്തുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഇറാനും മറ്റു രാജ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇറാൻ നടത്തുന്ന ഒരു പ്രോക്സി വാർ ഉണ്ട്. ഇറാൻ ഒരിക്കലും ഒരു രാജ്യത്തും നേരിട്ട് കയറിയിട്ട് ഇടപെടലുകൾ നടത്താറില്ല. പകരം എല്ലായിടത്തും ഇറാന് പ്രോക്സികളുണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ ലെബനനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, യമനിലെ ഹൂത്തികൾ, പാലസ്തീനിലെ ഹമാസ്, ഇതൊക്കെ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പുകളാണ്. ഇറാനാണ് ഇവർക്ക് വേണ്ട ആയുധങ്ങളും പണവും ട്രെയിനിങ്ങും, എന്തിനാ ഇവന്മാര് പൊട്ടിക്കുന്ന എല്ലാ വെപ്പൺസും ആര് നൽകുന്നതാണ്? ഇറാൻ നൽകുന്നത്. എന്നിട്ട് അതാത് രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുക. ഇറാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്തൊന്നും ഇടപെടുന്നില്ല. ഇറാന്റെ ഒരു പരമമായിട്ടുള്ള സൈനിക ഗ്രൂപ്പ് ഉണ്ട്, IRGC എന്ന് പറയും, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന, അവരാണ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത്, നേതൃത്വം. അപ്പൊ ഇതോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇപ്പൊ നമ്മൾ കാണുന്ന രീതിയിൽ സൗദി അറേബ്യ, UAE, ഒമാൻ, ബഹ്റൈൻ, ഈ രാജ്യങ്ങളൊക്കെ ഒരു വശത്തും ഇതിനെ എതിർത്തുകൊണ്ട് ഇറാൻ മറ്റൊരു വശത്തും. ആരാണ് യഥാർത്ഥ ഇസ്ലാം, ആരാണ് ഇതിലെ ലീഡർ എന്നുള്ള ഒരു തർക്കം അവർക്കിടയിൽ വരുന്നുണ്ട്. അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എണ്ണ തന്നെയാണ്. എണ്ണ കൊണ്ട് വളരെ സമ്പന്നമാണ്. സാറ് പറഞ്ഞു പേർഷ്യൻ ഗൾഫിന്റെ ചുറ്റുമാണ് ഇരിക്കുന്നത്. പക്ഷെ താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫിന്റെ താഴെ ഭാഗത്ത് ഒരുപാട് രാജ്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെ? സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ എല്ലാവരും ഇരിക്കുന്നുണ്ട്. പക്ഷെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് ഇറാനാണ്. കംപ്ലീറ്റ് ആയിട്ട് പേർഷ്യൻ ഗൾഫിന്റെ നോർത്തേൺ സൈഡ് മുഴുവനും ഇരിക്കുന്നത് ഇറാനാണ്. നോർത്തും നോർത്ത് ഈസ്റ്റും മുഴുവനായിട്ടും. പക്ഷെ എന്നിട്ട് പോലും ബാക്കി സൗദി അറേബ്യയോ UAEയോ പോലെ ഇറാൻ സമ്പന്നമായിട്ടില്ലല്ലോ. ഇല്ല, അതൊരു ചോദ്യമല്ലേ? അതെ. അതിനുള്ള കാരണം അടുത്തൊരു ഇഷ്യൂ ആണ്. നമ്മൾ ആണവ ശക്തികളെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ? നമ്മൾ പ്രധാനമായിട്ടും
5+3+1 അങ്ങനെയാണ് ലോകത്തിലെ ആണവ ശക്തികളെ കുറിച്ച് പറയാം. അതായത് ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി അംഗീകരിച്ചിട്ടുള്ള 5 ശക്തികൾ: അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. അതിനുശേഷം ആണവ പരീക്ഷണം നടത്തിയിട്ടുള്ള 3 ശക്തികൾ: ഇന്ത്യ, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ. ഇനി ഇവന്മാരുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം, അവന്മാർ മാത്രം സമ്മതിക്കാത്ത ഒരു രാജ്യം ഇസ്രായേൽ. അങ്ങനെ 5+3+1 ഇങ്ങനെ 9 ആണവ ശക്തികളാണുള്ളത്. പക്ഷെ ഇതിനകത്ത് എവിടെയും ഇറാന്റെ പേരില്ല. പക്ഷെ ഇപ്പൊ നടക്കുന്ന കോൺഫ്ലിക്ട് സത്യം പറഞ്ഞാൽ എന്തിന്റെ പേരിലാണ്? ഇറാൻ എന്തോ ആണവ ഊർജവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുന്നുണ്ടെന്ന്. അതിനകത്തൊരു വൈരുദ്ധ്യാത്മകത ഇല്ലേ? യെസ്. അതിൽ കാരണം ഇറാൻ ചെയ്യുന്നത് യുറേനിയം എൻറിച്ച്മെന്റ് ആണ്. അതായത് നാച്ചുറലി കിട്ടുന്ന യുറേനിയം കൊണ്ട് നമുക്ക് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല, അതല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതിനെ സമ്പുഷ്ടീകരിക്കണം, യുറേനിയത്തിനെ സമ്പുഷ്ടീകരിക്കണം. അതിനാണ് നമ്മൾ യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയാം. ഇറാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ന്യൂക്ലിയർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ആണ്, യുറേനിയം എൻറിച്ച്മെന്റ് ആണ്. അപ്പൊ ഇവന്മാർ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞ 1979 പ്രോ വെസ്റ്റേൺ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റി അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക് റവല്യൂഷനിലൂടെ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തതോടുകൂടി അമേരിക്ക അടക്കമുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ മൊത്തം ഇവർക്ക് എതിരായി. അതോടുകൂടി ഇവരുടെ മുകളിൽ അറിയാലോ സാമ്പത്തിക ഉപരോധം പോലെയുള്ള കാര്യങ്ങൾ വന്നു. അതാണ് ഇവര് എണ്ണയുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വാങ്ങാൻ ആളില്ല. കാരണം എണ്ണ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് സാങ്ഷൻസ് വരും. ഇപ്പൊ ഇന്ത്യക്കടക്കം ഭീഷണികൾ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ കാറ്റ്സ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. കാറ്റ്സ, കൗണ്ടറിംഗ് അമേരിക്കാസ് ആഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് എന്ന് പറയും. അമേരിക്ക അവരുടെ കൺകണ്ട ശത്രുവായിട്ട് 3 രാജ്യങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് റഷ്യ, നോർത്ത് കൊറിയ, മൂന്നാമത്തത് ഇറാനാണ്. അപ്പൊ ഇവരുമായിട്ട് ഇടപെടുന്ന ഏത് രാജ്യത്തിനെയും സാങ്ഷൻസ് ഏർപ്പെടുത്താനുള്ള ഒരു നിയമമാണ് ഈ പറയുന്ന കാറ്റ്സ എന്ന് പറയുന്നത്. നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിക്കാൻ നിന്ന സമയത്ത് നമ്മളെ ഭീഷണിപ്പെടുത്തി, നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുകളിൽ ഉപരോധം കൊണ്ടുവരാം. ഇത്തരത്തിലുള്ള ഉപരോധത്തിലൂടെ ഇറാനെ ഇങ്ങനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ട് 2015 ഇറാൻ അമേരിക്കയുമായിട്ട്, അമേരിക്ക മാത്രമല്ല P5+ ജർമ്മനി, അതായത് ഐക്യരാഷ്ട്രസഭയിലെ 5 സ്ഥിരാംഗങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി, ഇത്രയും രാജ്യങ്ങളും ഇറാനും ചേർന്നിട്ട് സൈൻ ചെയ്ത ഒരു അഗ്രിമെന്റ് ഉണ്ട്. നമ്മളതിനെ ഇറാൻ ന്യൂക്ലിയർ ഡീൽ എന്ന് സിംപ്ലി പറയാറുണ്ട്. പക്ഷെ അതിനെ പറയുക ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നാണ്, JCPOA, ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. അത് പ്രകാരം ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കും, 3% കുറയ്ക്കും. ഇൻ റിട്ടേൺ ഈ രാജ്യങ്ങൾ എന്ത് ചെയ്യും? ഇറാന് മുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുകയല്ല, റിലീസ് ചെയ്ത്. ആൻഡ് അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയായിരുന്നു. അപ്പൊ ഇന്ത്യ അടക്കം ഇറാന്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. കാരണം അറിയാം, ലോകത്ത് തന്നെ നമുക്ക് ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് എണ്ണ തന്നുകൊണ്ടിരുന്നിരുന്നത് ഇറാൻ മാത്രമാണ്. അപ്പൊ ഇതിങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോവായിരുന്നു. ആ സമയത്താണ് ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്, ഡൊണാൾഡ് ട്രംപ്. ഇങ്ങനെ 2018 ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഈ ഒരു അഗ്രിമെന്റിൽ നിന്ന് പിന്മാറാം. അതായത് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന അഗ്രിമെന്റിൽ നിന്ന് തീരുമാനമാണ്, ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞു 2018. എന്നിട്ട് അവർ പിന്മാറി. അതോടുകൂടിയിട്ട് ഇറാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ യുറേനിയം സമ്പുഷ്ടീകരണം വീണ്ടും ഇൻക്രീസ് ചെയ്ത് ഒരു ഘട്ടത്തിൽ, അതായത് വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്നുള്ള രീതിയിലേക്ക് ഇവരുടെ സമ്പുഷ്ടീകരണം എത്തുകയാണ്. അപ്പൊ ഇത് വെരിഫൈ ചെയ്യാൻ ഒരു മാർഗവുമില്ല. കാരണം ആ കരാർ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. നമുക്കിതൊക്കെ വെരിഫൈ ചെയ്യുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. ഈ കരാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് അവിടെ കയറി പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. കരാർ പരാജയപ്പെട്ടതോട് കൂടിയിട്ട് ഇതൊന്നും സാധിക്കാതെയായി. ഈ പറയുന്ന സമ്പുഷ്ടീകരണത്തിന്റെ ലെവൽ അത് ഇവരുടെ ഈ ചാര സാറ്റലൈറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ആണവ പരീക്ഷണം നടത്തുന്ന സമയത്ത് സാറ് പരമാണു എന്ന് പറയുന്ന ജോൺ അബ്രഹാമിന്റെ ഒരു സിനിമയുണ്ട്, അതിനകത്ത് കാണിക്കുന്നുണ്ട് നമ്മളുടെ ഓരോ മൂവ്മെന്റും അമേരിക്ക വാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറാനിലും ഇവരെന്ത് ചെയ്യുന്നു, വാച്ച് ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവര് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ താമസിയാതെ എന്തെത്തും? ന്യൂക്ലിയർ വെപ്പൺസ് എത്തും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓൾറെഡി എണ്ണ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള രാജ്യം, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റിലീജിയസ് സെക്ടിന്റെ ലീഡർ ആയിട്ട് നിൽക്കുന്ന രാജ്യം, അവരുടെ കയ്യിൽ ആണവായുധം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെയോ നമ്മളുടെ മിഡിൽ ഈസ്റ്റിന്റെ ജിയോ പൊളിറ്റിക്സ് എന്ത് ചെയ്യും? മാറി മറിയും. അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇവര് ഒരു തക്കം പാത്തിരുന്നപ്പോഴാണ് നമുക്കറിയാം ലോകത്തിലെ ഒരു ഇസവും ISM-ൽ അവസാനിക്കുന്ന നമുക്ക് ഒരുപാട് ഇസമുണ്ട്. കമ്മ്യൂണിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം, ഇതൊന്നും സ്ഥായി അല്ല എന്ന് നമ്മൾ പറയാറുണ്ട്, മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു റിലീജിയസ് ഭരണകൂടത്തിനെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ
ഇറാനിൽ നടന്നു. അത് ഒരവസരമാക്കിയിട്ട് അമേരിക്ക കയറിയിട്ട് എന്ത് ചെയ്തു, അടിച്ചു. എല്ലായിടത്തും ഇപ്പം നമ്മൾ വെനിസ്വേലയിൽ കണ്ട രീതിയിൽ ആ ഒരു തക്കം പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. ന്യൂക്ലിയർ വെപ്പൺസ് ഏറ്റവും കൂടുതൽ കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യം, ന്യൂക്ലിയർ വെപ്പൺസ് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു രാജ്യം, ഒരേ ഒരു തവണ ഉപയോഗിച്ചിട്ടുള്ള രാജ്യം, അവര് മറ്റൊരു രാജ്യം, ഇറാൻ പോലൊരു രാജ്യം ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, അവരത് നിർമ്മിക്കാൻ സാധ്യതയുണ്ടെന്ന പേരിൽ അവരെ അറ്റാക്ക് ചെയ്യുക, അവരുടെ ഇന്റേണൽ പ്രശ്നങ്ങൾക്കകത്ത്, അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കകത്ത് കയറി ഇടപെടുക, അവിടെ ജനാധിപത്യം സ്ഥാപിക്കാൻ വരിക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റബിൾ ആകുന്നില്ല. ഓക്കെ സാർ, അപ്പോൾ ഈ പശ്ചിമേഷ്യ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം, ഇറാനിലെ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യനെ എങ്ങനെയാണ് ബാധിക്കാൻ ഇടയാവുന്നത്? അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥിരം ഭരണകൂടം വരേണ്ടത്, അവിടെ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടത്, ഒരു പീസ് കൊണ്ടുവരേണ്ടത് എത്രമാത്രം ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആണ്? അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഇന്ത്യ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് വരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. നമുക്ക് ഒരുമിച്ച് നിന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് ഇറാനെ കൊണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനം, ഇന്ത്യ നമുക്ക് ആവശ്യത്തിൽ നമുക്ക് വേണ്ടതിന്റെ 95% എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. സോ നമുക്ക് തൊട്ടടുത്തുനിന്ന് ഏറ്റവും എളുപ്പത്തിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ പറ്റുന്ന, ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇറാൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈവൻ ഇന്ത്യൻ റുപ്പിയിൽ നമ്മളുമായിട്ട് വ്യാപാരം നടത്താൻ ചെയ്തിരുന്ന രാജ്യമാണ് ഇറാൻ. ഓക്കെ, അതിനേക്കാളും പ്രധാനമായിട്ട് നമ്മൾക്ക് ഈ സെൻട്രൽ ഏഷ്യ, അതായത് നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെയും മുകളിൽ താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്ന് പറയുന്ന സെൻട്രൽ ഏഷ്യ ലോകത്തിന്റെ ഒരു അൺടാപ്ഡ് മാർക്കറ്റാണ്. ആ ഒരു റീജിയന്റെ പൊട്ടൻഷ്യൽ ഇതുവരെ ആരും ടാപ്പ് ചെയ്തിട്ടില്ല. ലോകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മുഴുവൻ സെൻട്രൽ ഏഷ്യയിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യം കസാക്കിസ്ഥാനാണ്. അപ്പോൾ നമുക്ക് വേണ്ടതും ഈ പറയുന്ന ന്യൂക്ലിയർ ഫ്യൂവലാണ്. നമ്മൾ ഒരുപാട് റിയാക്ടറുകൾ കൊണ്ടുവരുന്നുണ്ട്. എനർജി ആവശ്യം, എനർജി സെക്യൂരിറ്റി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്ടർ ഭാവിയിൽ വലിയ രീതിയിൽ. അപ്പോൾ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻട്രൽ ഏഷ്യ ലാൻഡ് ലോക്ക്ഡാണ്. നമുക്ക് അങ്ങോട്ടേക്ക് ഒരു ആക്സസ് ഇല്ല. ആക്സസ് ഉണ്ടായിരുന്നു, നമുക്ക് നേരെ അഫ്ഗാനിസ്ഥാൻ വഴി പോകാമായിരുന്നു. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, അവിടെയാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി, ഡ്യൂറൻസ് ലൈൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ അതിർത്തി പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. പോകാനും പറ്റില്ല. ഇപ്പുറത്തിരിക്കുന്നത് പാകിസ്ഥാനാണ്. പിന്നെ നമുക്ക് എളുപ്പമുള്ള മാർഗം ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിലൂടെ സെൻട്രൽ ഏഷ്യയിലേക്ക് പോവാം. അപ്പൊ അതിനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ പ്രൊജക്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ വാർത്തകൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചാബഹാർ പോർട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത്, ഇന്ത്യ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഇറാനിൽ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയാണ് ഇപ്പോഴും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ പോർട്സ് ഗ്ലോബൽ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയാണ് ആ ചാബഹാർ പോർട്ട് ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ആ ചാബഹാർ പോർട്ടിൽ നിന്ന് റെയിൽ നെറ്റ്വർക്ക്, റോഡ് നെറ്റ്വർക്ക് ഇറാനെയും അഫ്ഗാനിസ്ഥാനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രൊജക്ടുകൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഉദ്ദേശം എങ്ങോട്ടാണ്? സെൻട്രൽ ഏഷ്യയിലേക്ക് കടക്കുക. ആൻഡ് അതുവഴി INSTC എന്ന് പറയുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസിറ്റ് കൊറിഡോർ, ഈ വഴി നേരെ അങ്ങ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വരെ ഒരു മൾട്ടി മോഡൽ റോഡ് ആൻഡ് റെയിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള പദ്ധതി ഇന്ത്യ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം പണിപാളും. അതാണ് ഒന്നാമത്തെ ഇന്ത്യയെ ബാധിക്കുന്ന ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് കണക്ടിവിറ്റി, അതുപോലെ തന്നെ എനർജി സെക്യൂരിറ്റി. ഇന്ത്യക്ക് വേണ്ട ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട കാര്യം, രണ്ടും ലോക്കാവും. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയില്ല നമ്മൾ, പിന്നെ റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു സോഴ്സുകൾ നമുക്ക് നോക്കേണ്ടി വരും. അത് നമുക്ക് ഭീമമായിട്ടുള്ള ചിലവ് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ദൂരത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ പ്രൈസിന്റെ വേരിയേഷൻ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ നമ്മളെ തീർച്ചയായിട്ടും എക്കണോമിക്കലി ബാധിക്കും, അല്ലേ? അതല്ലേ സാർ പറഞ്ഞത്? അപ്പോൾ മറ്റൊന്ന് നമ്മളുടെ ഡയസ്പോറ. അവിടെ ഒരുപാട് ഈ പറയുന്ന ഏത് കോൺഫ്ലിക്ട് സോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സാർ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ ഇന്ത്യൻ ഡയസ്പോറ, നമ്മളുടെ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ, ഇന്ത്യൻ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അവിടെ ഉണ്ടാകുന്ന ഓരോ ഇഷ്യൂവും സത്യം പറഞ്ഞാൽ ബാധിക്കുന്നത് ഇന്ത്യൻ എക്കണോമിയാണ്. ഇന്ത്യയിൽ അതിന്റെ റിഫ്ലക്ഷൻസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ എത്തിപ്പെട്ടിട്ടുള്ള മേഖലകളിലൊന്നാണല്ലോ പശ്ചിമേഷ്യ. ഇറാനിലെ പ്രശ്നങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വിഷമിക്കുന്നത്, സങ്കടപ്പെടുന്നത് നമ്മളാണ്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ. കാരണം അതിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഈ മലയാളീസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, അവരുടെ കമ്പനീസ് ഉണ്ട്, അവരുടെ വാണിജ്യ ട്രേഡ് ആവശ്യങ്ങളെല്ലാം അത് അവിടെ നടക്കുന്നുണ്ട്. സോ അതിനെല്ലാം ഇത് ഭീകരമായിട്ട് ഒരു തിരിച്ചടി നേരിടാനുള്ള സാഹചര്യം വരുന്നുണ്ട്, അല്ലെ? ആ ഡയസ്പൊറയ്ക്ക് മൊത്തത്തിൽ അത് ദോഷകരമായിട്ട് ബാധിക്കും. തീർച്ചയായും ഇന്ത്യൻ ഡയസ്പൊറയെ അത് ബാധിക്കുന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും അതിനെതിരെയുള്ള പ്രശ്നങ്ങൾ
അവർക്കെതിരെ ഉള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതിഷേധങ്ങൾ. അതിനെപ്പറ്റി എന്താണ് സാറിന് സംസാരിക്കാൻ? അതിൽ സാർ ഇപ്പോൾ ഈ പറഞ്ഞ സമയത്താണ് റീസെൻ്റ്ലി ഒരു ട്രോള് കാണുകയുണ്ടായി. അതായത് അതായത് മലയാളികളെ കുറിച്ചും പെർട്ടിക്കുലർലി കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ചുമാണ് ട്രോൾ ഉള്ളത്. പറയുന്നത് ഇങ്ങനെയാണ്: പാലസ്തീനിൽ പ്രശ്നം നടന്നാൽ നിങ്ങളിവിടെ പ്രകടനം നടത്തും, വെനിസ്വേലയിൽ പ്രശ്നം നടന്നാൽ നിങ്ങളിവിടെ പ്രകടനം നടത്തും, ഇറാനിൽ പ്രശ്നം നടന്നാലും നിങ്ങളിവിടെ പ്രകടനം നടത്തും. ഇതൊക്കെ അവരറിയുന്നുണ്ടോ? അവരെ നാട്ടിലുള്ള ആളുകൾക്ക് പോലും ഇത്ര പ്രശ്നമില്ലല്ലോ എന്ന്. അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് ഇത് ഏത് രാജ്യമാണെന്നും കൊല്ലപ്പെട്ടത് ഏത് അധികാരിയാണെന്നുള്ളതുമല്ല. അപ്പോൾ കൊല്ലപ്പെടുന്നത് ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിന്റെ ലീഡറാണ് എന്നുള്ളത് കൊണ്ട് ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മൾ അതിനെ പ്രതിഷേധിക്കാതിരിക്കുക എന്നല്ല. ഇതെല്ലാം ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണല്ലോ. നമ്മളെ പോലെയുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പരമാധികാരം, സോവറിനിറ്റി അല്ലെ, ഇപ്പൊ നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ റിസോൾവ് ടു കോൺട്രിബ്യൂട്ട് ഇൻടു എ സോവറീൻ എന്ന് പറഞ്ഞിട്ടാണ്. പരമാധികാരമുള്ള രാജ്യം. അപ്പൊ ആ പരമാധികാരത്തിന്റെ മുകളിലേക്കാണല്ലോ ഈ അമേരിക്ക ഇടിച്ചു കയറി ചെല്ലുന്നത്. ഇന്നത് ഇറാനിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് സംഭവിക്കില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത്? അങ്ങനെയുള്ള ഒരു ഇവന്റ് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമയത്ത്, 1971 യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശ് ലിബറേഷൻ ആണ്. സോ ഈസ്റ്റ് പാകിസ്ഥാനിലും വെസ്റ്റ് പാകിസ്ഥാനിലുമായിട്ട് ഇന്ത്യയുടെ എൻറ്റയർ ആംഡ് ഫോഴ്സസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വരുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള അമേരിക്കയുടെ കുറെ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് പുറത്തു വന്നതിൽ പറഞ്ഞത് ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് 1971 അമേരിക്കയുടെ 7th ഫ്ലീറ്റ്, ഇപ്പോൾ നമ്മളുടെ USS എബ്രഹാം ലിങ്കൺ, അതാണ് നമ്മൾ കാണുന്ന വിമാനവാഹിനി കപ്പൽ പേർഷ്യൻ ഗൾഫിൽ നിൽക്കുന്ന, അതുപോലെ അന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിരുന്ന USS എന്റർപ്രൈസ് അടക്കമുള്ള 7th ഫ്ലീറ്റ് ബേ ഓഫ് ബംഗാളിൽ വന്നു. ബേ ഓഫ് ബംഗാളിൽ വന്ന് ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിന്നു. പക്ഷേ ഭാഗ്യം എന്ന് പറയാം, നമുക്ക് അതിന്റെ തൊട്ട് മുൻപാണ് ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയിൽ ഏർപ്പെടുന്നതും. സോവിയറ്റ് യൂണിയൻ അന്ന് നമ്മളെ സഹായിക്കാൻ വന്നതുകൊണ്ടാണ് അമേരിക്കയുടെ ആ ദൗത്യം പരാജയപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ഇപ്പൊ നമ്മൾ ഭയങ്കര എന്താ പറയാ, അമ്മായിയുടെ മകനും പോലെയാണ് അല്ലെ ആ ഒരു അമേരിക്ക ഇന്ത്യ റിലേഷൻഷിപ്പ്. പക്ഷെ എല്ലാ കാലത്തും നമ്മൾ നേരത്തെ പറഞ്ഞ 1979 ആ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു 2000-2005 വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ അമേരിക്ക എന്ന് പറയുന്നത് പ്രോ പാകിസ്ഥാൻ ആയിരുന്നു. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന സാധനം. ഇതിനകത്തെല്ലാം ജിയോ പൊളിറ്റിക്സ് ആണ്. അവർക്ക് എന്ത് ലാഭം കിട്ടും എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ആ ഒരു സംഭവം സാർ തുടക്കത്തിൽ പറഞ്ഞില്ലേ. അതായത് ഒരേ ഒരു തവണ മാത്രമാണ് മാനവരാശിയുടെ മുകളിൽ ആണവായുധം ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഉപയോഗിച്ച രാജ്യമാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറാനെ ആക്രമിക്കുന്നത്. അതിലുള്ളൊരു വൈരുദ്ധ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഇതിനകത്ത് മതമുണ്ട്, വിപ്ലവമുണ്ട്, രാഷ്ട്രീയമുണ്ട്, പണവുമുണ്ട്. അതാണ് ഇതിന്റെ എല്ലാം ചുരുക്കം എന്ന് പറയുന്നത്. എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും പൊളിറ്റിക്സും മതവും പണവും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുന്നത് സാധാരണ മനുഷ്യൻ്റെ ദുരിതങ്ങളെ പുറത്ത് കാണിച്ചുകൊണ്ടാണ്. അവനാണ് എല്ലാ വിഷമങ്ങളും നേരിടേണ്ടി വരുന്നത്. യുദ്ധം കഴിയും, യുദ്ധത്തിൻ്റെ വാർത്തകൾ കെട്ടടങ്ങും, പിന്നീടും സങ്കടപ്പെടുന്നതും ദുരിതങ്ങൾ അനുഭവിക്കുന്നതും സാധാരണ മനുഷ്യനാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം മലയാളികളെ, ഇന്ത്യക്കാരെ വളരെയേറെ ബാധിക്കാൻ ഇടയുള്ള ഈ ഒരു സംഘർഷം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങട്ടെ എന്നും ലോകത്ത് സമാധാനം പുലരട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.